ശ്രീചക്രമുണ്ട്. ശബരിമലയിൽ മണിമണ്ഡപത്തിൽ ശ്രീചക്രമാണ്. മണിമണ്ഡപത്തിൽ ശ്രീചക്രമാണ്. ശബരിമലയിലെ ഏറ്റവും മെയിൻ സ്ഥാനം മണിമണ്ഡപമാണ്. ശങ്കരാചാര്യരല്ല ഇതിന്റെ അടിസ്ഥാനം? അല്ല, ശങ്കരാചാര്യർ കുറേ സ്ഥലങ്ങളിൽ ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീചക്രവുമായിട്ടാണ് ഭഗവതി വരുന്നത്. രൂപമെടുത്ത് തന്നെ ബിന്ദുമണ്ഡലവാസിന് ശ്രീചക്ര രഥ ആരൂഢ. ശ്രീചക്ര രഥം ദേവി ഉണ്ടായത് ഈ ശ്രീചക്രത്തിലാണോ? അതെ, ഇതിപ്പോൾ വാർത്തെടുത്തതാണ്. ഇതിങ്ങനെ നമ്മൾ മെഴുകി ചെയ്യുമ്പം ആദ്യം രൂപപ്പെടുന്നത് ബിന്ദുവാണ്. പിന്നെ മറ്റ് ദേവതകൾ വന്ന് അവസാനം ഈ മെഴുകിരുന്ന സ്ഥാനം ഒരു ശൂന്യത വരിക. ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സങ്കല്പമാണ്. തീർച്ചയായും ഭദ്രകാളിയെ കണ്ട് പൂജിച്ചാൽ മതി. ഇപ്പം മേരുവിൽ ഭദ്രകാളിയെ കണ്ട് കാളി, മാതങ്കി എല്ലാം ഇതിനകത്ത് പൂജിക്കുന്നുണ്ട്. അത് നമ്മുടെ എങ്ങനെയാണോ സങ്കല്പം അങ്ങനെ പൂജിക്കാം. കാളി നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കാളി ക്ഷേത്രമല്ലേ, 2 ശ്രീചക്രമുണ്ട്. ചെട്ടികുളങ്ങര ശ്രീചക്രമുണ്ട്. ശബരിമലയിൽ മണിമണ്ഡപത്തിൽ ശ്രീചക്രമാണ്. മണിമണ്ഡപത്തിൽ ശ്രീചക്രമാണ്. ശബരിമലയിലെ ഏറ്റവും മെയിൻ സ്ഥാനം മണിമണ്ഡപമാണ്, ശ്രീചക്രമാണ്. അപ്പം മിക്കവാറുമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ശ്രീചക്രമുണ്ട്. മിക്കവാറും ഈ വിഗ്രഹത്തിൻ്റെ അടിഭാഗത്തിലാണ് അത് ശ്രീചക്രമുണ്ട്. ശ്രീചക്രം ബേസാണ്. ഈ ശ്രീചക്രം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ ഒരു കാലഘട്ടത്തിലാണോ യഥാർത്ഥത്തിൽ ശ്രീചക്രം? അല്ലല്ല, ശങ്കരാചാര്യർ ഇത് കൂടുതൽ ജനകീയമാക്കിയെന്നുള്ളൂ. ശങ്കരാചാര്യരല്ല ഇതിന്റെ അടിസ്ഥാനം? അല്ല, ശങ്കരാചാര്യർ കുറേ സ്ഥലങ്ങളിൽ ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരൊക്കെ വരുന്നതിന് മുമ്പാണ് ഭഗവതി വന്നത്. ശങ്കരാചാര്യ പിന്നല്ലേ വന്നത്. ശങ്കരാചാര്യ അത് കൂടുതൽ ജനകീയമാക്കി. പല ക്ഷേത്രങ്ങളും കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒന്ന് ശങ്കരാചാര്യ സ്ഥാപിച്ച മേരുവാണുള്ളത് ശ്രീചക്രം, ഒന്ന് പരശുരാമന്. അപ്പം ഈ മൂകാംബികയിൽ ശങ്കരാചാര്യ സ്ഥാപിച്ചു, ചോറ്റാനിക്കരയുണ്ട്. അപ്പം ഇത് ശങ്കരാചാര്യ ഇത് പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഇത് ശരിക്കും ഇത് തുടക്കം ഭഗവതി ശ്രീചക്രവുമായിട്ടാണ് ഭഗവതി വരുന്നത്. രൂപമെടുത്ത് തന്നെ ബിന്ദുമണ്ഡലവാസിന് ശ്രീചക്ര രഥ ആരൂഢ. ശ്രീചക്ര രഥം ആരൂഢമായിട്ടുള്ളതാണ്. ആ രഥത്തിലാണ് ഭഗവതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവതി അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ജനങ്ങൾക്കൂടെ വരണമല്ലോ. അങ്ങനെ ഹയഗ്രീവൻ അഗസ്ത്യമുനിക്ക് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. വശിനി ദേവതമാർ ഭഗവതിയെക്കുറിച്ച് ഭഗവതി ആവശ്യപ്പെട്ടിട്ട് വശിനി ദേവതമാർ ലളിതാ സഹസ്രനാമം 1000 മന്ത്രങ്ങളാണ്. സഹസ്രനാമം എന്ന് പറഞ്ഞാൽ 1000 മന്ത്രങ്ങളാണ്. അത് രചിക്കുന്നു. അപ്പം ഈ ഹയഗ്രീവൻ ഇതിനെക്കുറിച്ച് ഭഗവതിയുടെ ശ്രീവിദ്യ പദ്ധതിയെക്കുറിച്ച് അഗസ്ത്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അഗസ്ത്യർ ഇത് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അഗസ്ത്യ പത്നി ലോപമുദ്ര അമ്മ ഇതിനൊരു വിഗ്രഹം വേണം, നമുക്കൊരു മന്ത്രം ചൊല്ലണമെങ്കിൽ അതിനൊരു രൂപം വേണമല്ലോ. അങ്ങനെയാണ് ഇതിനെ ശ്രീചക്രമായിട്ട് രൂപപ്പെടുത്തി ഇതിൻ്റെ അംശിക്കുന്ന ഇത്ര ദേവതകൾ, അതായത് പറഞ്ഞു കൊടുത്ത മന്ത്രത്തിൽ ബേസ് ചെയ്തിട്ടാണോ ഈ ശ്രീചക്രം ഉണ്ടാക്കിയത്? ഏതെല്ലാം ദേവതകൾ, ഭഗവതിയുടെ ഏതെല്ലാം ദേവതകളുണ്ടോ അവരെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മാധ്യമം. അങ്ങനെയാണ് ശ്രീചക്രം വിശ്വകർമാവിന് പറഞ്ഞു കൊടുത്തിട്ട് വിശ്വകർമാവാണിത് ഭഗവതിയുടെ ലോപമുദ്ര അമ്മയുടെ നിർദ്ദേശപ്രകാരം ഈ ശ്രീചക്രം രൂപപ്പെടുത്തുന്നത്. അത് മേരു, ഈ മേരു ഉള്ളതാണ് ശ്രീചക്രം. ഭൂപ്രസ്ഥാനം ഈ 5 പ്രസ്ഥാനങ്ങളും മേരുവിലുള്ളതാണ്. അതെല്ലാം വിശ്വകർമാവാണ് പിന്നെ ഇതിൻ്റെ എല്ലാം ഈ പ്രസ്ഥാനങ്ങളും പിന്നെ മറ്റ് ഇതിലെ രീതിയിലോട്ടൊക്കെ ആക്കിയെടുക്കുന്നത്. പിന്നെ അതുപോലെ ശങ്കരാചാര്യർ ഇത് ഒരുപാട് ജനകീയമാക്കി. ശങ്കരാചാര്യരല്ല ഇതിൻ്റെ തുടക്കം, അതിനു മുന്നേ ഉണ്ടായിരുന്നു. ദേവി ഉണ്ടായത് ഈ ശ്രീചക്രത്തിലാണോ? അതെ. അഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. അഗ്നികുണ്ഡത്തിൽ സംഭൂതയാകുന്ന ബിന്ദുമണ്ഡല വാസിനിയാണല്ലോ. പിന്നെ അഗ്നികുണ്ഡത്തിൽ സംഭൂതയാകുന്നതേ ബിന്ദുമണ്ഡലത്തിലൂടെയാണ്. ഭഗവതി തന്നെയാണ്, പറഞ്ഞല്ലോ ശ്രീവിദ്യ എന്നുള്ള ഭഗവതിയിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ ഒരു ഉപാധിയാണ് ശ്രീചക്രം, മേരു എന്ന് ശ്രീചക്രം. അപ്പം ഇത് പരമ്പരാഗതമായിട്ടാണ് അങ്ങ് ചെയ്തു വരുന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഈ പരമ്പരാഗതമായിട്ട് വരുന്നത്? ഇപ്പോൾ ഒരുപാട് അല്ലാത്ത രീതിയിൽ നിർമ്മിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഇപ്പോൾ ലാസ്റ്റ് സാധനം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്ന പ്രോസസ്സാണ് മേരു ജനിക്കുന്നത്. കാരണം ഇതൊരു നമുക്ക് വേണ്ടി ജനിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ശ്രീചക്രം വേണമെങ്കിൽ എനിക്ക് വേണ്ടി ഇത് പിറവിയെടുക്കുക. അപ്പോൾ അതൊരു കുട്ടി അങ്ങനെ ബീജം വേണം. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ബീജം വേണം, ഗർഭപാത്രം വേണം, അതിന് ഇത്ര നാൾ ഗർഭപാത്രത്തിൽ ഇരിക്കണം. അങ്ങനെ ഇതിന് ആ ഒരു
രീതിയിലൂടെ ഇത് പോകാവുന്ന. അപ്പോൾ ഈ മേരുവും അത്തരത്തിൽ ഇരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന പോലെ. അതെ, ബീജം എന്ന് പറയുന്ന മുമ്പ് കാണിച്ചല്ലോ മെഴുക്, അതാണ് അതിൻ്റെ ബീജം. അത് ബീജം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ ഭൂപുരം മുതൽ, അതായത് സംഹാരക്രമം, താഴേന്ന് മേളിലേക്കുള്ള ഉയർത്തൽ. ശ്രീവിദ്യയുടെ പദ്ധതി തന്നെ അതാണല്ലോ, ഉദ്ധരിക്കുകയാണ് കുണ്ടലിനി. ഇത് തന്നെയാണ് ശ്രീചക്രം ചെയ്യുമ്പോഴും മേരു ചെയ്യുമ്പോഴും ഭൂപുരം മുതൽ തുടങ്ങി ഉയർന്നുയർന്ന് അത് സ്ഥിതി പകുതിയിലെത്തി, പിന്നെ സൃഷ്ടിയിലെത്തുക ബിന്ദുവിൽ. പിന്നെ നമ്മളത് ഒഴിക്കുമ്പോൾ തിരിച്ചൊഴിക്കുക മേര്, അതായത് തിരിച്ചു വെച്ചിട്ട് കാണിക്കാമോ? ഇതിപ്പോൾ വാർത്തെടുത്തതാണ്. ഇതിങ്ങനെ നമ്മൾ മെഴുകി ചെയ്യുമ്പം ഇവിടെ മുതൽ മെഴുകി ചെയ്യും. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മെഴുകി ചെയ്ത് ബിന്ദുവിലെത്തും. പിന്നെ വാർക്കുമ്പം ഇങ്ങനെയാണ് വാർക്കുന്നത്. ഇത് വാർക്കുന്നതിൻ്റെ ഇത് ആ താള് വരുന്നത്, ഇതിലെ കൂടെ ഒഴിക്കുന്നത്, ഇത് എയർ പോകാനുള്ള കാര്യങ്ങളാണ്. ഇതിനകത്തുള്ള എയർ നിന്ന് കഴിഞ്ഞാൽ എല്ലായിടവും മെറ്റലെത്തത്തില്ല. ഇത് എയർ പോയി ഇതിലേക്ക് വരാനുള്ളതിലാണ്. ആദ്യം ഇപ്പം ഇങ്ങനെ വാർക്കുമ്പോൾ ആദ്യം രൂപപ്പെടുന്നത് ബിന്ദുവാണ്. പിന്നെ മറ്റ് ദേവതകൾ വന്ന് അവസാനം ഈ സംഹാരത്തിലേക്ക് ആദ്യം ഉണ്ടാകുന്നത് ബിന്ദുവാണ്. അതെ, ആ ബിന്ദുവിലേക്ക് ബാക്കി ദേവതകൾ വന്ന് ചേരുകയാണ്. അതാണ് അതിന്റെ സങ്കല്പം. അതെ, ഇതിപ്പം നമ്മൾ മെഴുകി ചെയ്യുമ്പോൾ ആദ്യം ഭൂപുരം, ഭൂമി എന്നല്ല നമ്മുടെ ഉയർച്ചയല്ലേ, ഇത് അതിനാണ് ചക്രം എന്ന് പറയുന്നത്. ഈ ചക്രം പൂർണ്ണമാകണം. സംഹാരം, സ്ഥിതി, സൃഷ്ടി, തിരിച്ച് സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതിനാണ് ചക്രം. ഇതിൻ്റെ നിർമ്മാണവും ചാക്രികം തന്നെ ആകണം. പൂജ ചാക്രികമാണ്, നിർമ്മാണവും ചാക്രികം തന്നെ ആകണമെന്നാണ്. അപ്പോഴേ ആ ചക്രം പൂർണ്ണമാകത്തുള്ളൂ. പിന്നെ പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ മെഴുക് ചെയ്യുക. ഇതിനകത്ത് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ മെഴുക് ചെയ്ത് മണ്ണ് കെട്ടും, അതായത് ഗർഭപാത്രം. പിന്നെ അതിനെ എത്ര ദിവസം ഉണക്കിയെടുക്കും. മണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു 9 ലെയർ മണ്ണ്, ആ വലിപ്പം അനുസരിച്ച് 9, 5 അങ്ങനെ വരും. അങ്ങനെ മണ്ണ് കെട്ടി ഇതിനെ ഉണക്കിയെടുത്ത് പിന്നെ ഇതിനെ ബാക്കി എയർ അകത്ത് വായു നിന്ന് കഴിഞ്ഞാൽ ഇത് എല്ലാ കോണുകളും കിട്ടത്തില്ല. അപ്പം ലോഹം ഉരുക്കി ഒഴിക്കുമ്പോൾ ഇതിനകത്ത് ഈ മെഴുക് ഉരുകി പുറത്തേക്ക് വരിക. നമ്മുടെ കരുവിനകത്ത് മണ്ണിനകത്തിരിക്കുന്ന നമ്മൾ മോൾഡ് ചെയ്ത മെഴുക് ഉരുകി പുറത്തേക്ക്, അതൊരു പ്രളയമാണ്. പിന്നെ അവിടെ ഒരു ശൂന്യത വരിക. ഈ മെഴുകിരുന്ന സ്ഥാനം ഒരു ശൂന്യത വരിക. ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സങ്കല്പമാണ്. തീർച്ചയായും അതാ പറഞ്ഞ പരമ്പരാഗതമാണ്. പിന്നെ അവിടെ സൃഷ്ടി നടക്കുക. ലോഹം ഉരുക്കി ഒഴിക്കുമ്പം സൃഷ്ടി നടക്കുക. അപ്പം ഒരു പ്രളയം, ശൂന്യത, സൃഷ്ടി, ഒരു പ്രപഞ്ചം ഉണ്ടാകുക. അതാണ് പരമ്പരാഗത രീതി എന്ന് പറയുന്നത്. കാരണം അങ്ങനെ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ചക്രമാകത്തുള്ളൂ. ഇപ്പം ചിലർ അച്ചിൽ വാർക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ മോൾഡ് ചെയ്തിട്ട് അച്ചിലിട്ട് അതിലോട്ട് ഒഴിക്കുക. അപ്പം ഈ സംഹാരം മുതൽ സൃഷ്ടിയിലേക്ക് പോകുന്നില്ല, സൃഷ്ടി മുതൽ സംഹാരത്തിലേക്ക് വരുന്നുള്ളൂ. അത് പൂർണ്ണ ചക്രമാകുന്നില്ല, അർദ്ധചക്രമേ ആകുന്നുള്ളൂ. പിന്നെ ഒന്നുമല്ലാണ്ട് പിത്തളയുടെ കട്ട വെച്ചിട്ട് അതിൽ ലേസർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഒന്നുമല്ല, അർദ്ധചക്രവുമല്ല, പൂർണ്ണചക്രവുമല്ല, അർദ്ധചക്രവുമല്ല. പിന്നെ പീസായിട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട്, റിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബിന്ദു തെറ്റാം, 90 ഡിഗ്രി തെറ്റാം. അപ്പോൾ എൻജിനീയറിങ് പൂർണ്ണമാകുന്നില്ല. അപ്പം അതാണ് ഈ പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ചെയ്തു പോയെങ്കിൽ മാത്രമേ, ഇപ്പം മനുഷ്യനുണ്ടായ കാലം മുതൽ കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഒരു രീതിയുള്ളൂ. അതിൽ ഇതുവരെ ഇത്രയും ശാസ്ത്രം ഇത്രയൊക്കെ മുമ്പോട്ട് പോയെങ്കിൽ ആ രീതിക്ക് വ്യത്യാസം വന്നിട്ടില്ല. അതങ്ങനെ തന്നെ ജനിക്കണം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ രീതി, പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ അതിന് സമയമെടുക്കും. മറ്റേ നമ്മുടെ കോഴിമുട്ട 22 ദിവസം എടുക്കും, 24 മണിക്കൂർ കൊണ്ടും വിരിയും. ഇപ്പം എന്ന് പറയുന്ന പോലെ അത് ആ പാരമ്പര്യ രീതിയല്ല. അങ്ങനെ പോകുമ്പോഴാണ് അതിൻ്റെ മേരുവിൻ്റെ പൂർണ്ണതയാകുന്നത്. അതുപോലെ ഒരു ഉപാസകൻ മന്ത്രജപത്തോടു കൂടി ഇത്രയും ചെയ്യുക. ഇപ്പം നമ്മളൊരു തൊഴിൽ ചെയ്ത് തുടങ്ങുമ്പം തന്നെ ഭഗവതിന്ന് നമിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഭൂപുരം മുതൽ, ഭൂപുരത്തിൻ്റെ അർത്ഥം, പിന്നെ വൃത്തത്രയങ്ങൾ, ഭൂപുരത്രയങ്ങൾ, ഷോഡശദളങ്ങൾ, അഷ്ടദളങ്ങൾ, ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കോണുകൾ, ബഹിർദശാരം, ചതുർദശാരം, ബഹിർദശാരം, അന്തർദശാരം, അഷ്ടാരം, ത്രികോണം, ബിന്ദു. ഇത് ഇതിനോട് പറഞ്ഞിരുന്നു. ഇതിനകത്ത് ചില രഹസ്യ ക്രിയകൾ അല്ലെങ്കിൽ രഹസ്യ കാര്യങ്ങളുണ്ട്, അത് പുറത്തു പറയാൻ കഴിയില്ല. രഹസ്യങ്ങളുണ്ട്. ശ്രീവിദ്യ എന്ന് പറയുന്നത് രഹസ്യങ്ങളുണ്ട്. അതുപോലെ നിർമ്മാണത്തിലും കുറേ രഹസ്യങ്ങളുണ്ട്. നമുക്കത് അങ്ങനെ പുറത്ത് പറയാൻ
പറ്റത്തില്ല. പറയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കലി ചില രഹസ്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഇതിന് ചില പാരമ്പര്യമായിട്ട് എന്തെങ്കിലും രഹസ്യങ്ങൾ കൈമാറി വരുന്നുണ്ടോ? എങ്ങനെ ഈ ശ്രീചക്ര നിർമ്മാണത്തിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും രഹസ്യങ്ങൾ കൈമാറി വരുന്നുണ്ടോ? അങ്ങനെ മാറുന്നില്ല. ഇതിന് ചില നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇതിന് ചില രഹസ്യങ്ങളുണ്ട്. അത് ശ്രീവിദ്യയിൽ രഹസ്യാത്മകമായതുപോലെ തന്നെ ഈ ശ്രീചക്രത്തിൻ്റെ കാര്യത്തിലും ചില രഹസ്യങ്ങളുണ്ട്. നമ്മളത് പുറത്ത് പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ നിർമ്മിക്കുന്നവർ തന്നെ പല രീതിയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പം അടഞ്ഞ പടി, തുറന്ന പടി, പുറത്തേക്കുള്ള പടി കാണിക്കാം. ഇതിന് 4 പടികൾ പുറത്തേക്ക് വരും. ഇത് തുറന്ന പടിയാണ്. ഇത് ഇവിടെ എല്ലാം അടഞ്ഞിരിക്കുക. ഇത് തുറന്നടോ. അതുപോലെ വേറെ മേരുള്ളത് ഇത് തുറന്ന പടിയാണ്. അല്ല, ഇത് അടഞ്ഞ പടിയാണ്. ഇത് ഒരെണ്ണം തുറന്ന പടി, ഇതെല്ലാം അടഞ്ഞ പടിയാണ്. ഇത് ഉപയോഗിക്കേണ്ട ഉപാസകർക്കും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്, എനിക്കൊരു ശ്രീചക്രം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് എനിക്ക് വേണ്ടിയിട്ടൊരു ശ്രീചക്രം പണിയാൻ പോകുന്നത്? ഞാൻ ആദ്യം ചോദിക്കുന്ന ഉപാസകനാണോ എന്ന് ചോദിക്കും, ഏത് പരമ്പരയാണെന്ന് ചോദിക്കും, പിന്നെ ഗുരു നിർദ്ദേശിച്ചോ എന്ന് ചോദിക്കും. ഗുരുവിൻ്റെ അനുവാദം വേണം. ഒരാളിന് മേരു വാങ്ങണേ ഗുരുവിൻ്റെ അനുവാദം വേണം.